അത് ശബരിമലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശബരിമലയും കാരണമായിട്ടുണ്ടാകാം എന്ന ഒരു നിരീക്ഷണം നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യത്യസ്തമായ കാരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു കാരണം ശബരിമലയും ആയിട്ടുണ്ടാകാം എന്നൊരു കണക്കുകൂട്ടൽ പങ്കുവയ്ക്കുകയാണ്. അതേസമയം തന്നെ പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടതുമുന്നണിയാണ് വിജയിച്ചത് എന്നും അവിടെ BJPക്ക് NDAക്ക് തിരിച്ചടിയാണ് ഉണ്ടായത് എന്ന കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ ആണല്ലോ ബാധിക്കേണ്ടത്. അതിൽ പന്തളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രദേശമാണല്ലോ. ശബരിമലയുമായും ബന്ധപ്പെട്ട ഒരു സ്ഥലപ്പേരാണല്ലോ പന്തളം. ആ പന്തളത്തെ നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരത്തെ BJPയുടെ കയ്യിലായിരുന്നു. ഇത്തവണ BJPക്ക് ഇത് നഷ്ടപ്പെട്ടു. ഈ ശബരിമലയുടെ പ്രത്യേക എന്തെങ്കിലും LDFനെതിരായ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പന്തളത്ത് BJPയുടെ നില ഗണ്യമായി കുതിച്ചുയരേണ്ടതായിരുന്നില്ലേ? അതുണ്ടായില്ലല്ലോ. അത് LDFന് തന്നെയാണല്ലോ അനുകൂലമായിട്ട് വന്നത്. LDF ആണല്ലോ അവിടെ BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിലിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത്. യെസ്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ചർച്ച ചെയ്യപ്പെടേണ്ടത്? കാരണം ഇപ്പോഴാണ് ഒരു CPM നേതാവിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ശബരിമലയും ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണമായിട്ടുണ്ടാകാമെന്നൊരു നിരീക്ഷണത്തിലേക്ക് പോകുന്നത്. നേരത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ME ഗോവിന്ദൻ അടക്കം നൽകിയ പ്രതികരണം ഇങ്ങനെ ആയിരുന്നില്ല. നമുക്ക് ആ ME ഗോവിന്ദന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. എല്ലാവർക്കും അറിയില്ല. പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞ പന്തളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയും അതുപോലെ തന്നെ ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖല. യെസ്, ഇതാണ്. അതായത് ശബരിമല ഒരു തരത്തിലും ബാധിച്ചിട്ടൊന്നുമില്ല. അതിന് ഉദാഹരണമായി അദ്ദേഹം പന്തളവും ക്ഷേത്ര നഗരവും കൊടുങ്ങല്ലൂരും ഒക്കെയാണ് സൂചിപ്പിച്ചതെങ്കിൽ മുഖ്യമന്ത്രിയും പറഞ്ഞു വെച്ചത് പന്തളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ അപ്പോഴും വിനോദ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ ശബരിമല കാരണമായിട്ടുണ്ടാകാം എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. പല കാരണങ്ങളുണ്ട് എന്നതാണ്. ഭരണവിരുദ്ധ വികാരം ബാധിച്ചിട്ടില്ല, ശബരിമല ബാധിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. എങ്കിൽ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ശബരിമല കൂടിയാണ് എന്ന് മുഖ്യമന്ത്രി ആകാം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒരു പക്ഷേ ആ വിഷയത്തിൽ ഉൾപ്പെടെ തിരുത്തലുകളും സമീപനങ്ങളുടെ മാറ്റവും ഇടതുപക്ഷത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അഭിലാഷൻ, നമ്മൾ ശബരിമല സ്ത്രീ പ്രവേശ സമയവുമായി ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ കൂടി ചേർത്ത് വായിക്കണം. കാരണം ആദ്യം ഈ സ്ത്രീ പ്രവേശം വലിയ ആവേശത്തോടു കൂടി CPM നടപ്പാക്കിയതാണ്. അന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ നടപടികളെല്ലാം എന്ന ആരോപണം ഒരു വശത്ത് ഉയരുകയും ചെയ്തു. എന്നാൽ അവിടെ എത്തുന്നവർക്ക് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ സുരക്ഷ നൽകണമെന്ന നിലപാടിലായിരുന്നു സർക്കാർ അന്നുണ്ടായിരുന്നത്. പിന്നീട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ശബരിമല സ്ത്രീ പ്രവേശം തെറ്റായിപ്പോയി, അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന നിലയിൽ പാർട്ടിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ സർക്കാരിന് പിഴച്ചു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ തുറന്നു പറയുന്ന ഒരു നിലയുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ME ഗോവിന്ദൻ പറയുന്നത് ശബരിമല ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രിക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളത്. അങ്ങനെയെങ്കിൽ പന്തളം നഗരസഭ എങ്ങനെ LDF പിടിക്കും? BJPയുടെ കൈവശമുണ്ടായിരുന്നൊരു നഗരസഭയാണ്. അങ്ങനെയെങ്കിൽ അവിടെ എങ്ങനെ LDF അധികാരത്തിൽ വരുമെന്ന ചോദ്യമാണ് ഇരുവരും ചോദിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ ശബരിമലയും കാരണമായേക്കാം, പല കാരണങ്ങൾ ഉണ്ട്, അത് പരിശോധിക്കും. തിരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയുള്ളൊരു ഫലമായിരുന്നില്ല ഇടതുമുന്നണി പ്രതീക്ഷിച്ചിരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫലം വന്നു എന്ന കാര്യം പരിശോധിക്കും. പല കാരണങ്ങളിൽ ഉള്ളതിൽ ഒരു കാരണമായേക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അതൊരു പരാജയ കാരണമാണ്, അല്ലെങ്കിൽ ശബരിമല കൊണ്ട് ഇടതുമുന്നണി തോറ്റുപോയി എന്നൊന്നും മുഖ്യമന്ത്രി പറയുന്നില്ല, പാർട്ടി സെക്രട്ടറിയും പറയുന്നില്ല. രണ്ടുപേരുടെയും അഭിപ്രായം ഇക്കാര്യത്തിൽ പന്തളം നഗരസഭയെ കേന്ദ്രീകരിച്ചാണ്. ഏതായിരുന്നാലും വളരെ സുപ്രധാനമായ ഒരു നീക്കം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്
ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവിടെയാണ് വെള്ളാപ്പള്ളിയും ഒത്തുള്ള മുഖ്യമന്ത്രിയുടെ യാത്രയുണ്ടായത്. അത് പിന്നീട് വലിയ വിവാദമായതും തിരഞ്ഞെടുപ്പിന് മുൻപ് മലബാർ മേഖലയിൽ ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടതും വെള്ളാപ്പള്ളി ഒരു വശത്ത് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, മോശം വാക്കുകൾ പറയുന്നു, അധിക്ഷേപിക്കുന്നു എന്നുള്ള ഒരു വികാരം ഒരു വശത്ത് ഉയർന്നു വരികയും മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. അതിൽ തിരിച്ചടി ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോഴും വെള്ളാപ്പള്ളിയുമായി യാത്ര ചെയ്തതിനെ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഹൈന്ദവ വോട്ടുകൾ അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശബരിമല ഒരു തോൽവിക്ക് കാരണമായി എന്ന് സമ്മതിക്കാൻ CPM തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ്. അവിടെയാണ് സ്ത്രീ പ്രവേശവുമായുള്ള കാലഘട്ടത്തിൽ ഒരു വ്യത്യാസം ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അത് പിന്നീടാണെങ്കിലും അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അതൊരു വീഴ്ചയായി പോയി എന്നത് തന്നെയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഇങ്ങനെ ഹൈന്ദവ വിഭാഗത്തെ വിട്ടുകളയാത്തപ്പോഴും അയ്യപ്പ സംഗമത്തിന് ശേഷവും ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നതിന് ശേഷവും അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് തിരിച്ചടിയായില്ല എന്ന് സർക്കാർ പറയുമ്പോൾ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇവിടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാർഡ് തിരിച്ചറിയൽ രേഖ കൊണ്ടുവന്ന് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വിശ്വാസം കൂടി ആർജിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുന്നു. ക്രൈസ്തവർക്ക് കേക്ക് നൽകുകയും ക്രൈസ്തവരെ ആക്രമിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ രീതി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് ചേർത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് താല്പര്യം കാണിക്കാതെ മുഴുവൻ വിഭാഗത്തെയും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അഭിലാഷ്, യെസ്, അതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലനത്തിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിഫലിച്ചിട്ടുണ്ടായേക്കാം, ചില കാരണങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ടാകാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്.